കൂട്ടരെ പലരും പറയാറുണ്ട്, ഞാൻ പലതും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല. ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അത് നടക്കുന്നില്ല എന്നുള്ള പ്രധാന കാരണം നമ്മൾ അതിന് എത്രത്തോളം സിൻസിയറിറ്റി പുലർത്തി എന്നുള്ളത് മാത്രമാണ് ഇവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഞാൻ എൻ്റെ കാര്യം തന്നെ എടുക്കാം. 2020 ഞാൻ അതുവരെ പ്രവാസിയായിരുന്നു. 2020 ശേഷം ഞാൻ നാട്ടിലോട്ട് വന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ 5 ഇയർ പ്ലാൻ എന്ന രീതിയിൽ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത്, അതായത് അതുപോലെ പ്രോപ്പറായി ലിസ്റ്റ് ഔട്ട് ചെയ്ത് എന്തൊക്കെ ഞാൻ 2021 ചെയ്യണം, 2022 എന്തൊക്കെ ചെയ്യണം, 2023 എന്തൊക്കെ ചെയ്യണം എന്ന രീതിയിൽ പല കാര്യങ്ങളും ഇയേഴ്സ് ആയിട്ട് തീരുമാനിച്ചിട്ട് അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അപ്പോൾ പലതും ഞാൻ വിചാരിച്ച പല കാര്യങ്ങളും എനിക്ക് മുഴുമിപ്പിക്കാൻ വളരെ വിഷമമില്ലാത്ത രീതിയിൽ തന്നെ നടത്താൻ പറ്റി. അതുപോലെ തന്നെ വേറൊരു രണ്ടാമതൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പർ അക്കൗണ്ടിങ്ങും നമ്മൾ ചെയ്യണം. അതായത് ചെലവും വരവും എത്രത്തോളം പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ, അതൊക്കെ നമ്മൾക്ക് ഈ കാര്യങ്ങളിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ 1-2 കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾക്ക് ആഗ്രഹ സഫലീകരണത്തിന് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കുക, നിങ്ങൾ ഒരു ആഗ്രഹം ലിസ്റ്റ് ഔട്ട് ചെയ്ത് പ്ലാൻ ചെയ്ത് ഈ മാസം ഞാൻ ഇത് ചെയ്യും, ഈ വർഷം ഇത് ചെയ്യും എന്ന രീതിയിൽ അത് പ്രോപ്പറായി എഴുതി അതിനുവേണ്ടി 100% ഡെഡിക്കേഷനോട് പല കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യം, ഞാൻ 2021 എനിക്കൊരു കോൺഫിഡൻറ്റ് സ്പീക്കർ ആവണം എന്ന രീതിയിൽ ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ രീതിയിൽ ഞാൻ എന്തൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്തു, അതിന് ആരെങ്കിലും ഞാൻ സമീപിച്ചു, അതിനുവേണ്ടി എൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രയത്നം എന്തൊക്കെ എന്ന രീതിയിൽ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാര്യം എന്തായാലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്നും കൂടി നിങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് ഈ ചെറിയ ഒരു ഹുക്ക് നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ നിർത്തട്ടെ. താങ്ക് യു.